ശബരിമലയിൽ അപ്പം അരവണ വിൽപ്പനയിൽ റെക്കോർഡ് നേട്ടം. ആദ്യ 20 ദിവസം പിന്നിട്ടപ്പോൾ 18 കോടിയുടെ വർധനവാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത്. നിയന്ത്രണങ്ങളില്ലാതെ പ്രസാദം ലഭിക്കുന്നതിൽ സന്നിധാനത്തെത്തുന്ന തീർത്ഥാടകരും സന്തോഷത്തിലാണ്. മണ്ഡലകാലം 20 ദിവസം പിന്നിട്ടപ്പോൾ 60,54,95,040 രൂപയുടെ പ്രസാദവിതരണം ചെയ്തു. അരവണ വിൽപ്പനയിലൂടെ 54,37,500 രൂപയും അപ്പം വിൽപ്പനയിലൂടെ 6,17,94,540 രൂപയും ലഭിച്ചു. 18,34,79,455 രൂപയാണ് ഇക്കുറി ഈ രംഗത്ത് ഉണ്ടായ വർധനവ്. അപ്പം അരവണ നിയന്ത്രണങ്ങളില്ലാതെയാണ് വിതരണം ചെയ്യുന്നത്. ചോദിച്ച അരവണ ആവശ്യമുള്ളത് കിട്ടിയിട്ടുണ്ട്. ഒന്നുമില്ല, കറക്റ്റ് സാധനം തന്നെ ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. അരവണ കിട്ടിയത് വളരെ സന്തോഷമായി, വളരെ ഭംഗിയായി ദർശനം നടത്താൻ കഴിഞ്ഞു. അപ്പം അരവണ വിതരണത്തിൽ വിപുലമായ സംവിധാനമാണ് ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുള്ളതെന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു. സുഖകരമായ സുരക്ഷിതമായ ദർശനം കിട്ടുന്നു. അപ്പോൾ സന്തോഷത്തോടു കൂടി ഇവിടെ പോകുമ്പോൾ ഭഗവാന്റെ പ്രസാദം പരമാവധി വാങ്ങിക്കൊണ്ട് പോകുന്നു. അപ്പോൾ അതിനുവേണ്ട എല്ലാ അതിന് പ്രത്യേകമായിട്ട് നമ്മൾ ഇത് പറയേണ്ടത്, ഈ മുന്നൊരുക്കങ്ങൾക്ക് ഭാഗമായിട്ട് 2 തവണ ഇവിടെ വരികയും ഇതിൻ്റെ കാര്യങ്ങൾ ഇന്നതുപോലെ വേണമെന്ന് നിർദ്ദേശിക്കുകയൊക്കെ ചെയ്ത ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി, അതുപോലെ തന്നെ ദേവസ്വം അധികാരികൾ, സർക്കാർ. സന്നിധാനത്തെ ആഴിക്ക് സമീപത്തുള്ള 10 കൗണ്ടറിലൂടെയും മാളികപ്പുറത്തുള്ള 8 കൗണ്ടറിലൂടെയുമാണ് അപ്പം അരവണ വിൽപ്പന നടത്തുന്നത്. തീർത്ഥാടകർക്ക് പോസ്റ്റലായും അപ്പം അരവണയും വാങ്ങാനുള്ള സംവിധാനവും ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട്. ക്യാമറമാൻ അഖിലേഷ് കൊടമ്പടൊപ്പം സുജിറ്റി ബാബു, കേരള ന്യൂസ്, സന്നിധാനം.